ഹായ് ഓൾ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെജ് കുറുമേൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ ബട്ടൂരേൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അതായത് പെർഫെക്റ്റായിട്ട് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ബട്ടൂര തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കട്ടോ. അതിന് ഫസ്റ്റായിട്ട് ഞാൻ ഒരു കപ്പെടുത്ത് അതിൻ്റെ അകത്തോട്ടേക്ക് ഇളം ചൂടുള്ള പാലൊഴിച്ചെടുത്ത് അതിൻ്റെ അകത്തോട്ടേക്ക് ഈസ്റ്റ് 1 ടീസ്പൂൺ ഓഫ് ഈസ്റ്റ്, 2 ടീസ്പൂൺ ഷുഗർ, കുറച്ച് സോൾട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കുറുമയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ: ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ക്യാരറ്റ്, സവാള, ബീൻസ്, പിന്നെ ഉരുളക്കിഴങ്ങ്, പിന്നെ ഞാൻ ക്രീം ബീസ് എടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു പാന് അടുപ്പത്തോട്ടേക്ക് വെച്ചിട്ട് നന്നായിട്ട് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് ഞാൻ എടുത്ത് വെച്ച സ്പൈസസ് ഇല്ലേ അതിട്ട് കൊടുക്കാം. ഞാൻ മുമ്പേ കാണിച്ചിട്ടുണ്ട് സ്പൈസസ് എടുത്തത്. അങ്ങനെ ഇതാ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ചിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഇതാ അതിൻ്റെ തൊട്ടേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ഓരോന്നാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനത്തെ ഞാൻ വെജിറ്റബിൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏതൊരു ഫുഡോ അതിൻ്റേതായ പെർഫെക്റ്റിൽ നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ അതിന് ടേസ്റ്റ് വരുന്നത്. പലരും പല രീതിയിലേക്കും വെജ് കുറുമ ഉണ്ടാക്കുക. ഞാൻ ഈ ഒരു ടൈപ്പിലാട്ടാണ് ഉണ്ടാക്കൽ. എനിക്ക് നല്ല ക്രീമി ആയിട്ട് നല്ല ടേസ്റ്റിലും കിട്ടാറുണ്ട്. അങ്ങനെ ഇതാ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുക്കറിൻ്റെ അടുപ്പ് വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ വേവ് കറക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടണം കേട്ടോ. അധികം വെന്ത് പോകാനും പാടില്ല, അധികം കുക്കാവാതെ നിൽക്കാനും പാടില്ല. അങ്ങനെ ഇതാ ബട്ടൂരൻ്റെ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളെടുത്തിട്ട് അതിൻ്റെ അകത്തോട്ടേക്ക് നമുക്ക് എത്ര ക്വാണ്ടിറ്റിയിലാണോ ബട്ടൂര വേണ്ടത് ആ ഒരു ലെവലിൽ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ പാലിൽ ഈസ്റ്റെല്ലാം ഇട്ടിട്ട് മാറ്റി വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് കുറച്ചേച്ച് ഇട്ടിട്ട് മിക്സാക്കി എടുക്കാം. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുറച്ച് ടൈം എടുത്ത് കുഴച്ച് വെക്കുമ്പോൾ ഡോ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഞാനിതാ സ്പൂണ് മാറ്റി വെച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പോവാണ്. നമ്മൾ ഏതൊരു ഫുഡ് തയ്യാറാക്കുമ്പോൾ അതിൻ്റേതായ ടൈം എടുത്തിട്ട് ചെയ്യുമ്പോഴാണ് അതിന് ടേസ്റ്റ് വരുന്നത്. പിന്നെ ഇതാ ഞാൻ ഡോ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് നെക്സ്റ്റ് മൂടി വെച്ചിട്ട് 2-3 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നെക്സ്റ്റ് ഇതാ ഞാൻ നേരത്തെ കുക്കറിൽ എല്ലാം വെജിറ്റബിൾസ് എല്ലാം ഇട്ടപ്പോൾ എന്നോട് മറന്നുപോയ ഒരു കാര്യമുണ്ട് കേട്ടോ. നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഞാൻ ക്രീം ബീസ് ഇടാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ഇട്ട് ഇതെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല പെർഫെക്റ്റായിട്ട് വെന്തിട്ടാണ് കിട്ടിയത് കേട്ടോ. അധികം അങ്ങ് വെന്ത് പോകാനും പാടില്ല, എന്നാൽ പിന്നെ കുക്കാവാതിരിക്കാനും പാടില്ല. ആ ഒരു ലെവലിലായിരിക്കണം കേട്ടോ. നെക്സ്റ്റ് ഇതാ വെജ് കുറുമയ്ക്ക് ആവശ്യമായ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ടേക്ക് കുറച്ച് വലിയ ജീരകവും 5-6 കാഷ്യൂ ഇട്ടിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നല്ല ക്രീമായിട്ട് അരച്ചെടുത്തോളൂ. നെക്സ്റ്റ് ഇതാ ഒരു പാൻ വെച്ച് കൊടുത്ത് അതിൻ്റെ അകത്തോട്ടേക്ക് കുറച്ച് 2-3 ടീസ്പൂണ് നെയ്യ് ഇട്ട് കൊടുത്തിട്ട് ചെറിയ ഉള്ളിയും തേങ്ങേൻ്റെ കുത്തും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് വേവിച്ച് വെച്ച ക്രീം പീസിൻ്റെ വെച്ച് അതിൻ്റെ അകത്തോട്ടേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളെ ഈ തേങ്ങേൻ്റെ അരപ്പുണ്ടല്ലോ അത് ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പതിപ്പിച്ചെടുക്കാം കേട്ടോ. അതുകൊണ്ട് ഒന്ന് മൂടി വെക്കാണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. പിന്നെ മൂടി വെച്ചിട്ട് നന്നായിട്ട് പതിപ്പിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് പതിപ്പിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ വെജ് കുറുമ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കേട്ടോ. എന്തെങ്കിലും ഫങ്ഷൻ അല്ലാണ്ട് നമുക്ക് നല്ല സ്റ്റാർ ആകാൻ പറ്റും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നെക്സ്റ്റ് ഇതാ ബട്ടൂരൻ്റെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ഞാൻ കൈ കൊണ്ടിങ്ങനെ ഒന്ന് ടച്ച് ചെയ്തപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് മാവ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കൈ കൊണ്ട് ഒന്നും കൂടി ഇങ്ങനെ കുഴച്ചെടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് നമ്മളൊരു കൗണ്ടർ ടോപ്പ് മേലെ വെച്ചിട്ട് ഓരോരോ ബോൾസ് ആക്കിയിട്ട് ചപ്പാത്തിക്കെല്ലാം എടുക്കുന്നുണ്ടല്ലോ, അങ്ങനെ ബോൾസ് ആക്കിയിട്ട് ഓരോന്നോരോന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ഓരോന്നോരോന്ന് ഉണ്ടയാക്കി വെച്ചിട്ട് നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ബോൾസ് ആക്കിയിട്ട് ഒരു കൗണ്ടർ ടോപ്പ് മേലെ വെച്ചിട്ട് കുറച്ച് പൊടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ചപ്പാത്തിക്കെല്ലാം പരത്തിയെടുക്കുന്നത് പോലെ പരത്തിയെടുക്കാം. അധികവും കട്ടിയൊന്നും ഉണ്ടാകരുത്, അതെല്ലാം ശ്രദ്ധിച്ചിട്ട് ചെയ്യണം കേട്ടോ. ചപ്പാത്തിക്ക് കുഴക്കുന്ന അതേ ഇതിനകത്ത് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഭൂരി ഉണ്ടാക്കുന്നില്ലേ, ആ ഒരു ഇതിൻ്റെ അകത്ത് ബട്ടൂര ആക്കി കൊടുത്താൽ ഭൂരി പോലെ തോന്നുക. അതുകൊണ്ട് ഇങ്ങനെ ഒരു കോൺ ഷേപ്പിൽ ഒരു നൈഫ് വെച്ചിട്ട് മുറിച്ചെടുക്കുക കേട്ടോ വേണ്ടത്. ചപ്പാത്തി പരത്തുന്ന പോലെ റൗണ്ടിൽ പരത്തി കൊടുത്തിട്ട് കത്തി വെച്ചിട്ട് വരണം കൊടുക്കുക. എന്നിട്ട് ഒരു പണിയില്ല, ഓരോരോ പീസസ് എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ വേണ്ടത്. വീഡിയോ കാണുന്ന അതേ രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനിതാ ഒരു സ്റ്റൗമ്മൽ നമ്മൾ എണ്ണ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടായി വരുന്ന എണ്ണയിലേക്ക് വേണം ഇതിട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ എണ്ണയെല്ലാം കുടിച്ചിട്ട് അത് എന്തോ പോലെയാവും. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് ഇത്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് കോരിയെടുത്ത് മാറ്റി കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് നല്ല പട്ടൂരേൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു ഷേപ്പിലാണ് ഞാൻ മുറിച്ചെടുത്തത്.